പിന്നെ ഞാൻ നിങ്ങളെ ലോകത്തിലെ ഏറ്റവും അധികം നല്ല ഫ്രഷ് എയർ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. അവിടെ പോയിരുന്നൊരു കപ്പ് കോഫി കുടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതൊരു റെസ്റ്റോറൻ്റാണ്. ഇതിൻ്റെ പേര് ബെർഗാസ്റ്റു ഫസ്റ്റ് എന്നാണ്, ഗ്രിൻഡൽവാൾഡ് ഫസ്റ്റ് എന്നൊക്കെ അറിയപ്പെടും. ഈ ചുറ്റിലും കാണുന്നത് ആൽപ്സ് പർവ്വതനിരകളാണ് കേട്ടോ. ഞാനിങ്ങനെ ഈ തണുത്ത ബ്രീസാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കണം. ആക്ച്വലി ഇപ്പോൾ സമ്മറാണ്, എന്നാലും ഇത്രയും അടി പൊക്കത്തിലായതുകൊണ്ട് നല്ല കാറ്റും തണുപ്പും ഉണ്ട്. ഭയങ്കര ഒരു സുഖമാണ്. ഞാൻ എൻ്റെ കൂടെയുള്ളവരെ തപ്പി വന്നതാണ്. ഒരു ഫോട്ടോ ബൂത്തിൽ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് അവർക്ക് നിൽക്കാൻ വയ്യെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോട്ടോ എടുത്തിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇവരെ തപ്പിയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ഒരു ഡെസ്കിലോ ബെഞ്ചിലോ അവരിയ്ക്കുന്നുണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫൈനലി ഞാൻ അവരെ കണ്ടു. മലയാള സിനിമയിലൊരു പാട്ടുണ്ടല്ലോ, ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, മലമൂടും മഞ്ഞാണ് മഞ്ഞ്. അത് നമ്മുടെ ഇടുക്കിയെ പറ്റിയാണ് കവി എഴുതിയത്. അപ്പോൾ എനിക്ക് ആ വരികളാണ് ഇപ്പം മനസ്സിലേക്ക് ഓടി വരുന്നത്. റെസ്റ്റോറൻ്റ് അകത്ത് ആരും ഇരിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ പുറത്തുള്ള ഈ സെനിക് ബ്യൂട്ടി എന്താ പറയുകയാണ്, ആസ്വദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത്. അപ്പോൾ അജി ഞങ്ങൾക്ക് കോഫിയും ഫുഡും ഒക്കെ ആയിട്ട് വന്നു. അപ്പോൾ മെനുവിലുള്ള പല സാധനവും നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും അടി പൊക്കത്തിലിരുന്നിട്ട് വയറിന് പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കഴിച്ചില്ല. നമുക്കറിയാവുന്ന ബർഗറും പിന്നെന്താണ് നഗറ്റ്സൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. ഈ മഞ്ഞിലും ഈ തണുപ്പിലും ആൽപ്സിലോട്ട് നോക്കിയിരുന്ന കോഫി കുടിക്കുന്നതിൻ്റെ ഒരു സുഖം ശരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. എൻ്റെ സ്വിറ്റ്സർലൻഡ് യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ടായിരുന്നു എനിക്കിത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആകാറായി. 6 മണി വരെ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ടൂർ ഗൈഡ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ താഴേക്ക് വീണ്ടും ഗോണ്ടോല ലൈൻസ്, അതായത് ലിഫ്റ്റ് അല്ലെങ്കിൽ കേബിൾ കാർ എന്നൊക്കെ പറയാം. കേബിൾ കാറിൽ വരുമ്പം ആൽപ്സിൻ്റെ മുഴുവൻ ഭംഗി നമുക്ക് ഒരു പനോരമിക് വ്യൂ പോലെ ഇങ്ങനെ ഇങ്ങനെ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സ്വിറ്റ്സർലൻഡ് യാത്രയിൽ ഈ ഗോണ്ടോല കേബിൾ കാറിലുള്ള യാത്ര ഒട്ടുമിക്ക സഞ്ചാരികളും തിരഞ്ഞെടുക്കുന്ന ഒരു സ്ഥലമാണ്. മഞ്ഞുകാലത്താണെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടിക്കിടക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.